എടാ മോനെ കൊല്ലം പൊളിയല്ലേ എന്നാണ് കൊല്ലത്തിന്റെ അവരുടെ ടാഗ് ലൈൻ തന്നെ. അപ്പോൾ ശ്രീശാന്ത് എത്തി, കൊല്ലം ജയിച്ചു. അപ്പം ശ്രീ ആദ്യ മത്സരത്തിൽ ഒരു നിരാശ ഉണ്ടായിരുന്നു, പക്ഷേ ശ്രീ വന്നത് താരങ്ങൾക്ക് വലിയ എനർജി കൊടുത്തായിട്ട് കാണുന്നു. അങ്ങനെയൊന്നുമില്ല, ഇത് നമ്മൾ ജയിക്കേണ്ട മാച്ച് തന്നെയാണ്. അപ്പം എസ്പെഷ്യലി അരുൺ പൗലോസ് ഞാൻ വന്നുകൊണ്ട് ജയിച്ചതല്ല, അതൊരു എനർജി ആയിരിക്കാം. ബട്ട് ഫസ്റ്റ് ഇയർ നമ്മൾ ചാമ്പ്യൻസ് ആയിരുന്നു, കഴിഞ്ഞെല്ലാം ഗ്രൗണ്ടിൽ ഭാഗമാകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ തവണ ഗ്രൗണ്ടിൽ ഭാഗം കിട്ടി ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒരു ചെറുപ്പത്തിൽ ആദ്യമായിട്ടൊരു മാച്ചിന് ഗ്രൗണ്ടിൽ പോകുന്ന ഒരു ഫീൽ ആയിരുന്നു വന്നപ്പം. അപ്പോൾ എന്തായാലും ഒരു വാശിയായിരുന്നു ഇന്നത്തെ മാച്ച് നമ്മൾ ജയിക്കണമെന്ന്. അതുപോലെ തന്നെ ഇന്നലത്തെ ടീം മീറ്റിംഗ് ആണെങ്കിലും ഓണം സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നല്ല പായസം കഴിച്ച് സദ്യയെല്ലാം കഴിച്ച് ഇങ്ങനെ ഉറക്ക മൂഡിൽ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞൊരു ടീം മീറ്റിംഗ് ഉണ്ട്. പിന്നെ ഞാനായതുകൊണ്ട് അവർ വേറെ വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. വന്നു ഒരു 1.5-2 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞു വരുന്നല്ല, നിങ്ങൾ ടീമിന് വേണ്ടിയോ കേരളയ്ക്ക് വേണ്ടിയോ ഒന്നും കളിക്കണ്ട, നിങ്ങളുടെ സ്വന്തം ഫാമിലിക്കും നിങ്ങൾക്ക് സ്വന്തം എഫേർട്ട് കൊടുക്കുക. കളി ജയിക്കുകയോ തോക്കുകയോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ആ ഒരു ദിവസം ഫുൾ എഫേർട്ട് കൊടുത്തിട്ടില്ല എന്ന് ഒരിക്കലും തോന്നരുത്. നമ്മുടെ എഫേർട്ട് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ആ ഫുൾ എഫേർട്ട് കൊടുക്കുന്ന അത് നമ്മുടെ കയ്യിലാണ്, അത് ഒരു ഇൻ്റർവ്യൂയുടെ കയ്യിലായിരിക്കില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗീവ് ദ ബെസ്റ്റ് എവറി സിംഗിൾ മൊമെൻറ്റ്. വേറെ ഒന്നുമില്ല. അപ്പോൾ അരുൺ പൗലോസ് ആണെങ്കിലും ലിസ്റ്റ് ഓഫ് തിങ്സിൽ ശരിക്കും പറഞ്ഞാൽ താങ്ക്സ് ടു വിനോദ് ചേട്ടൻ. വിനോദ് ചേട്ടൻ അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓപ്ഷനിലും അരുൺ പൗലോസ് ഉണ്ടായിരുന്നില്ല, കാരണം ഒബിയസ്ലി യൂസ് 39+. പിന്നെ കഴിഞ്ഞ പോലെ ഇഞ്ചേർഡ് ആയിരുന്നു, ഇവിടുത്തെ കുറച്ച് മാച്ചുകൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അരുൺ പൗലോസ് ഹാറ്റ്സ് ഓഫ്. അരുണെ ഇത് കാണുവാണെങ്കിൽ നിനക്ക് ബിഗ് റെസ്പെക്ട്. വേറൊന്നുമല്ല, നമ്മൾ അവൻ വിളിച്ച് അവൻ്റെ എഫേർട്ടാണ് കേട്ടോ. അവൻ എന്നെ വിളിച്ച് എടാ ഞാൻ ശ്രീ നമ്മൾ ടീമിൽ ഒരുമിച്ച് ഉണ്ടാവില്ലേ, ആ ഒരു അതാണ് പറയുന്നത്, യു ഹാവ് ടു ആസ്ക് ഫോർ ദാറ്റ് ഹെൽപ്പ്. അത് പലരും ഒരു ഈഗോ കാരണം ചിലപ്പോൾ ചോദിക്കില്ല. അത് പൗലോസ് നല്ല രീതിയിൽ ചോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സച്ചിൻ ബേബിയോടും നന്ദിയുണ്ട്, കാരണം സച്ചിൻ ബേബിയാണ് അന്ന് ഫസ്റ്റ് ഇയർ അരുൺ പൗലോസിനെ നമുക്ക് എടുക്കണം എന്നെല്ലാം പറഞ്ഞു. പിന്നെ ഞാൻ അരുൺ പൗലോസിനോട് ടെന്നീസ് ബോൾ കുറേ കളിച്ചിട്ടുണ്ട്. അരുൺ പൗലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇന്റർവ്യൂ മുതലാവില്ല, കാരണം ഒമാനിന് വേണ്ടി വേൾഡ് കപ്പിൽ കളിച്ച നാഷണൽ ടീമിൽ കളിച്ച പ്ലെയറാണ്. അപ്പം ഇന്ന് പലരും സർപ്രൈസ്ഡ് ആയിരുന്നു, ഞാൻ സർപ്രൈസ്ഡ് അല്ല, കാരണം അവൻ ഹി ഡിസേർവ്സ് എവറിത്തിങ്. ഓപ്പണറുടെ റോളിലേക്ക് അരുൺ പൗലോസ് എത്തുന്നു. അപ്പം എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കൊല്ലത്തിന് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ തുടക്കത്തിലെ പ്രതീക്ഷിക്കുകയാണ്. പിന്നീട് കാണുന്നത് അരുൺ പൗലോസിന്റെ ഒരു പടയോട്ടമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ഫസ്റ്റ് ഇയർ ഫൈനലിൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജയിച്ച കൊല്ലവും അദ്ദേഹം അഭിഷേകിന്റെ കൂടെ ഇറങ്ങി നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അരുണിന്റെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഇപ്പോൾ സച്ചിൻ പോയത് കൊണ്ട് നമുക്കൊരു സീനിയർ പ്ലെയർ ഇല്ല. അപ്പോൾ ഒരു സീനിയർ പ്ലെയറിന്റെ അഭാവം ഇപ്പോൾ സംസാരിക്കാനാണെങ്കിലും വത്സൽ ഇസ് എ ഗ്രേറ്റ് ക്യാപ്റ്റൻ, ഈസ് ഓൾസോ ലേണിംഗ്. ഇപ്പോൾ അഭിഷേകിന് ചെറിയൊരു ഷോൾഡർ ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഇമ്പാക്ട് പ്ലെയറെ വന്ന് വെറും ബാറ്റിങ്ങിൽ തന്നെ, അതും സ്വന്തം നാട്ടിൽ തിരുവനന്തപുരത്തിന് നേരെ കളിക്കുമ്പോൾ പെർഫോം ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട്. അത് എനിക്ക് തോന്നുന്നു ഹാറ്റ്സ് ഓഫ് ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുമ്പോൾ KCL ലീഗിൽ അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. അപ്പോൾ പിന്നെ പ്ലസ് മീഡിയ വൺ പോലുള്ള ആളുകൾ when you can make an effort to interview them, നിങ്ങളുടെ യാത്ര വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വരുമ്പോൾ നിങ്ങൾ ഓരോരോ ഇപ്പം നിതീഷിനെ വീട്ടിൽ പോയിരുന്നു, അങ്ങനെ പല ആളുകളുടെ എടുത്ത് ചെന്ന് യാത്രയിൽ ഭാഗമായി അവരുടെ സ്റ്റോറി പങ്കുവെക്കുമ്പോൾ ഞങ്ങൾ ആ യാത്രയിൽ ഞാൻ ഇടപെട്ട് സംസാരിക്കുന്നു. ഞങ്ങൾ ആ യാത്രയിൽ കൂടുതൽ കേട്ട പേരുകളിലൊന്ന് ശ്രീശാന്തിൻ്റെതാണ് താരങ്ങളെടുത്തത്. കാരണം ശ്രീശാന്ത് 2007 ആ ലോകകപ്പിന്റെ മൊമെന്റ് വരെ ഞങ്ങളോട് പലരും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ വൈകാരികമായി എടുത്തൊരു യാത്രയാണ് ഗോഡ്സ് ഗ്രേസ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഭാഗം മാത്രമായിരുന്നു. എനിക്ക് നന്ദി പറയാൻ ടിനു ചേട്ടൻ്റെ അടുത്താണ്. ടിനു യോഹനാൻ ചേട്ടൻ ഇന്ത്യ കളിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടില്ലായിരുന്നു. അപ്പോൾ ടിനു ചേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ് കാരണമായിരിക്കാം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, അങ്ങനെ ഒരു മോട്ടിവേഷൻ. MRF പേസ് ഫൗണ്ടേഷൻ നന്ദിയുണ്ട്. പിന്നെ ഒബ്വിയസ്ലി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. പിന്നെ എനിക്ക് പറയാനുള്ള എറണാകുളം ക്രിക്കറ്റ് ക്ലബ്. ഇവിടെ പല കുട്ടികളും ഈ ലീഗ് കഴിയുമ്പോൾ കമ്പനിക്ക് വേണ്ടിയോ ക്ലബിന് വേണ്ടിയോ കളിക്കുമ്പോഴൊക്കെ ചെറിയ നീകൾ വെച്ച് കളിക്കുന്നില്ല. അതേസമയം ഈ സെയിം നീകൾ വെച്ച് ലീഗിന് കിട്ടുമ്പോൾ കളിക്കാൻ വരുന്നു. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ടു ഓൾ ദ യങ്സ്റ്റേഴ്സ്, ദയവ് ചെയ്ത് ഓഫ് സീസൺ ട്രെയിനിങ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ തിരിച്ച് കേരള ക്രിക്കറ്റ് ലീഗ് കളിച്ച് പോകുന്ന പ്ലേയേഴ്സും സ്വന്തം നാട്ടിൽ ചെന്ന് ട്രെയിൻ ചെയ്യണം. അതിന് ബിഗ്ഗസ്റ്റ് എക്സാമ്പിളാണ് നിതീഷിൻ്റെ വീട്ടിൽ അവിടെ ചെറിയ ഫെസിലിറ്റീസിൽ വരെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ നിതീഷിൻ്റെ ഇന്ന് ആ ലാസ്റ്റ് ബോൾ വിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം അവൻ ദിലീപ് ട്രോഫി കളിക്കാൻ പോവാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് വേറൊരു ടെസ്റ്റ് പ്ലെയർ എനിക്ക് ശേഷം കളിച്ചിട്ടില്ല. സച്ചിൻ ബേബി ഉൾപ്പെടെ പല ആളുകളും ദിലീപ് ട്രോഫി കളിക്കാൻ പറ്റിയിരുന്നു. പക്ഷേ 11 കളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ കളിക്കാതെ ഇരിക്കും. ഈ തവണ നിതീഷ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ എന്നെക്കാളും കൂടുതൽ ഡിസർവിങ് ആണ്. ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ ഡിസിപ്ലിനും വെച്ച് നോക്കുമ്പോൾ നിതീഷ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി റെഡ് ബോൾ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇത് ഈ മീഡിയ വൺ ഈ ഒരു KCLൻ്റെ ഭാഗത്തിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാണ്. അത് അങ്ങനെയാണ് നടക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുറകിൽ വളരെ കുറേ നല്ല കുട്ടികൾ ലീഗിൽ നിന്ന് IPL പോകട്ടെ. അത് മാത്രമല്ല ടെസ്റ്റ് മാച്ചസ് കളിക്കുക എന്ന് പറഞ്ഞാൽ അത്
അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ്, ഞങ്ങൾ നിതീഷിന്റെ വീട്ടിൽ പോയത് ശ്രീ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വളരെ ഇമോഷണലായി. ശ്രീ ആ ഇന്റർവ്യൂ കണ്ടിട്ട് ശ്രീക്ക് തോന്നി. എനിക്ക് തീർച്ചയായിട്ടും ശ്രീ നിതീഷ് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ശ്രീ ഇന്ത്യ കളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കേരള ക്രിക്കറ്റ് ടീമിൽ പോലും എത്തില്ലായിരുന്നു. നിതീഷ് എന്റെ വീട്ടിൽ വരുമ്പോഴും സച്ചിൻ ബേബി, റേഫി വിൻസെന്റ് ഗോമസ്, ഇപ്പോൾ എത്ര പേരൊക്കെ അറിയുന്നറിയില്ല, സഞ്ജുവിന്റെ പല ബാറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ഭാഗം റേഫി വിൻസെന്റ് ഗോമസ് ആണ്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിയെല്ലാം മാറി. എത്രത്തോളം സഞ്ജു പറയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മിസ്സായ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റർ റേഫി വിൻസെന്റ് ഗോമസും സോണി ചെറുത്തൂറുമാണ്. ഈ രണ്ട് വ്യക്തികൾ എന്തായാലും എൻ്റെ ആ ടൈമിൽ എന്തോ ഭാഗ്യത്തിന് ആ ടൈമിൽ കോട്ടസിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, എന്തോ ദേവാനുഗ്രഹം തലയിലെടുത്തെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കളിക്കാൻ പറ്റും. ആ ടൈമിൽ നല്ല 2-3 പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സോണി ചേട്ടനും റേഫിയും കളിക്കാൻ പറ്റും. അപ്പോൾ നിതീഷിന്റെ സ്റ്റോറി ആണെങ്കിലും ചേട്ടൻ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് നോട്ട് ഈസി. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെക്കാളൊക്കെ വളരെ ഡിസർവിംഗ് ആണ്. ഈ ഷുഡ് പ്ലേ ഫോർ ദ കൺട്രി. എനിക്ക് ഉറപ്പാണ് സൗത്ത് സോൺ ദിലീപ് ട്രോഫിയിൽ അദ്ദേഹം സെമിഫൈനലിൽ കളിച്ചാൽ സൗത്ത് സോണെ ഫൈനലെത്തിക്കും. അതിൽ കപ്പടിപ്പിക്കാനുള്ള കേൾപ്പുണ്ട്. അദ്ദേഹത്തിന് കൺസിസ്റ്റന്റ് ഉണ്ട്, ഔട്ട് സ്വിംഗ് ഉണ്ട്, ഇൻ സ്വിംഗ് ഉണ്ട്, വേരിയേഷൻസ് ഉണ്ട്. സൂപ്പർ പെർഫോമൻസ് ആണ് ലാസ്റ്റ് 2-3 years ആയിട്ട്. അതിലൊക്കെ എനിക്കൊരു ആഗ്രഹം, പെർഫോമൻസിനെ കൂടുതൽ എനിക്ക് പറയാനുള്ള ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ഈസ് അൺറിയൽ. എന്ത് പെർഫോം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കൺസിസ്റ്റൻറ്റ് പെർസിസ്റ്റൻസി, എസ്പെഷ്യലി ട്രെയിനിങ് മിസ് ചെയ്യാണ്ടിരിക്കുക, പിന്നെ എല്ലാവരോടും സംസാരിക്കുന്ന രീതി, അതൊക്കെ സോ മച്ച് ടു ലേൺ. ഉറപ്പായിട്ടും നിതീഷിനും അതൊരു നല്ലൊരു ഇതാവട്ടെ. അതാണ് നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം, നിതീഷ് വിക്കറ്റ് എടുക്കണം. കാരണം ഒരു ഇമ്പോർട്ടന്റ്, ഞാൻ അവസാന പന്തിൽ ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശ്രീശാന്തിന്റെ മുഖത്തെ എക്സ്പ്രഷൻ എനിക്ക് മുകളിൽ കാണായിരുന്നു. എത്രമാത്രം ചേട്ടൻ എന്റെ പ്രമോദേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം, ചേട്ടാ ഒരു വിക്കറ്റ് എടുക്കാൻ പ്രാർത്ഥിക്കട്ടെ, കളി ജയിച്ചല്ല ഇനി എന്തിനാ. അപ്പൊ ഞാൻ പറഞ്ഞത് കളി ജയിക്കണേ, അവനൊരു വിക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവന്റെ മോട്ടിവേഷൻ നല്ലതായിരിക്കും. അതുകൊണ്ടാണ്. യെസ്, ഇപ്പം തീർച്ചയായിട്ടും KCL ഇപ്പോൾ 3rd സീസണിൽ എത്തി നിൽക്കുകയാണ്. ഇന്നലെ ശ്രീ നമാൻ ഓജ പോലുള്ള ആളുകൾ IPL റഡാറുമായി ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൃഷ്ണദേവനെയും നമ്മുടെ വിനിലിനെയും നമ്മുടെ അരുൺ പൗലോസിനെയും ഒക്കെ അദ്ദേഹത്തിന്റെ കണ്ണിൽ പ്രായം ഒരു തടസ്സമല്ലത് അരുൺ പൗലോസ് ഇന്ന് തെളിയിച്ചല്ലോ. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ അവസാനമായി KCL നമുക്ക് വിശാലമായി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് തരുന്ന ഒരു സൂചന എന്താണ് ശ്രീ? എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ജയ് സാർ വിളിച്ച് ജയശേട്ടനാക്കി. കാരണം ജയസാർ എന്നെ എന്നോട് പറയാം, എന്നെ ഏട്ടാന്ന് വിളിക്കുന്നത് എല്ലാവരും എന്നെ സാറൊന്നും അല്ല വിളിക്കണേ. പക്ഷേ എങ്കിലും ജയസാർ എന്നോട് എനിക്ക് ഒരു 4-5 വർഷം മുമ്പ് തന്നെ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലേറ്റ് ആവുന്നതായാലും ലേറ്റസ്റ്റ് വരും എന്ന് പറഞ്ഞ പോലെ കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ വർഷവും നല്ല രീതിയിൽ പോകട്ടെ. ഈ വർഷത്തിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റിലോട്ട് ഞാൻ കോമ്പറ്റീഷൻ പറയില്ല, എനിക്ക് യങ്സ്റ്റേഴ്സിനോട് പറഞ്ഞ സെയിമാണ്. ഒരു ടീമിന് വേണ്ടി കളിക്കണേക്കാളും കൂടുതൽ സ്വന്തം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ അത് കൊച്ചിക്കായിരിക്കും കളിക്കുന്നത്, ചിലപ്പോൾ ആലപ്പിക്കായിരിക്കാം, ചിലപ്പോൾ കൊല്ലത്തിനായിരിക്കും, ട്രിവാൻഡ്രത്തിനായിരിക്കും. അതിലും കൂടുതൽ കേരളം മലയാളി എന്നൊരു അഭിമാനത്തോടു കൂടി, മലയാളി എന്നൊരു എന്താ പറയണേ, ആ ഒരു പ്രൗഡ്, എന്താ കറക്റ്റ് വേർഡ് എന്താണ്, റിയലി പ്രൗഡ്. തിളക്കണം ചോര ഞരമ്പുകളിൽ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഏതൊരു യങ്സ്റ്റർ ആണെങ്കിലും മലയാളിക്ക് അത് പറ്റും. ഈ ഒരു ലീഗിൽ മാത്രമല്ല, എനിക്ക് ഉറപ്പാണ് രഞ്ജി ട്രോഫി കളിക്കാം, സൗത്ത് സോൺ കളിക്കാം, ഇന്ത്യക്ക് കളിക്കാം, IPL കുറേ കളിക്കാം. വിടരുത്, പ്ലീസ് ഡോണ്ട് എവർ ഗിവ് അപ്പ്. അത് ഇതുപോലത്തെ കുറേ നല്ല ഹൃദയമുള്ള നല്ല ആളുകളുടെ ലീഗുകൾ വരും. വെയിറ്റ് ചെയ്യുക, പെർസിസ്റ്റന്റ് ആയിട്ട്. കണ്ടില്ല നമ്മുടെ പൗലോസിനെ, ഒരു തുടക്കം മാത്രം. ഇനി അതുപോലെ എത്ര ആളുകൾ ഇനി വരാണ്ട് പോലെ പ്രാർത്ഥിക്കുക. താങ്ക് യു. ശ്രീ, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഈ യാത്രയിലുടനീളം പലരും നമ്മളോട് ചോദിച്ചിരുന്നത് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കായിരുന്നെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 36 ജേഴ്സി എറിഞ്ഞ് എന്നെ ഒരു മേഡിന് എറിഞ്ഞ വ്യക്തിയാണ് ഇരിക്കുന്നത്. എന്റെ ബാനുള്ള സമയത്ത് സെലിബ്രിറ്റി ലീഗിന് പോലെ എനിക്ക് വളരെ നന്ദി പറയാനുള്ളത് CMC എന്ന് പറഞ്ഞ നമ്മുടെ ടീമാണ്. അപ്പൊ വീട്ടിൽ വന്ന് ജേഴ്സി തന്ന് ഇവരെല്ലാം കളിക്കാൻ വരണം, ഗ്രൗണ്ടിൽ നിന്ന് മാറരുത്. അതൊക്കെ പിന്നെ ഇമോഷണൽ ആക്കല്ല, ഞാൻ ഭയങ്കരമായിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് ജയിച്ചു നിൽക്കുകയാണ്. എന്തായാലും വളരെ നന്ദിയുണ്ട്. കാരണം മീഡിയ 11 വേഴ്സസ് CMC ഒക്കെ കളിക്കുമ്പോൾ റൗണ്ട് സ്റ്റംസിൽ ഔട്ട് സ്വിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു ഓവർ ഞാൻ മേടിയും കൊടുത്തു, അടുത്ത ഓവർ 2 പടവച്ച് കൊടുത്തു. അല്ല, ഞാനിപ്പോഴും പറയുന്നത് ശ്രീയുടെ കൂടെ കളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും അഭിമാനം. ആ അഭിമാനം തന്നെയാണ് ഇവിടെ കളിച്ചിട്ടുണ്ടെന്ന് പറയാം. കാരണം ആ ടൈമിൽ എല്ലായിടത്തും ബാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതാണ്. അപ്പോൾ ഐ ഓൾവേസ് അപ്രീഷിയേറ്റ്, ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ, ഓൾവേസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു എനി ഇൻഡിവിജ്വൽ. താങ്ക്സ് ശ്രീ. വീണ്ടും കാണാം. താങ്ക്സ്.